പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് സംസാരിക്കുന്നതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എബ്രഹാം ടി ജോർജ് ആണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എബ്രഹാം ടി ജോർജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ദൈവത്തിന് മഹത്വം. ഞാൻ ഗുജറാത്തിൽ ആനന്ദ് ഡിസ്ട്രിക്റ്റിൽ സുണ എന്ന ഗ്രാമത്തിൽ ആണ് താമസിക്കുന്നത്. കഴിഞ്ഞ 33 വർഷമായി ഇവിടെ ആയിരിക്കുന്നു. കർത്താവിൻ്റെ പേരുടെ ബന്ധത്തിൽ എൻ്റെ ഭാര്യ ഡേസി എബ്രഹാം, ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ദൈവം എനിക്ക് 3 മക്കളെയും 2 മരുമക്കളെയും 3 കൊച്ചുമക്കളെയും തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ വേലയിൽ ദൈവം ഇത്രത്തോളം സഹായിച്ചു. ഇവിടെ കുടുംബമായി പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം ടി ജോർജ്. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഞാനൊരു പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ ജനിപ്പാനിടയായി. വിശേഷിച്ച് എൻ്റെ പിതാവ് ഒരു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എ ജോർജ് കർത്താവിൽ വിശ്രമിക്കുന്നു. അവരിൽ 2ാമത്തെ മകനായി ഞാൻ ജനിപ്പാനിടയായി. കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഏകദേശം 45 വർഷത്തോളമായി ഞാൻ ഗുജറാത്തിലായിരിക്കുന്നു. അതിൽ ഏകദേശം 33 വർഷത്തോളം കർത്താവിൻ്റെ വേലയുടെ മതത്തിൽ ഈ സുണ എന്ന ഗ്രാമത്തിൽ ആയിരിക്കുന്നു. എന്നാൽ ജീവിതാനുഭവങ്ങളിൽ കർത്താവ് ഞങ്ങളെ നടത്തിയ വിഷയങ്ങളും വിധങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുവാനല്ലാതെ ജീവിതത്തിലൊന്നും പറയുവാനില്ല. രാജ്കോട്ട് എന്ന സ്ഥലത്ത് ഏകദേശം 12 വർഷത്തോളം ജോലിയുടെ ബന്ധത്തിലായിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് കർത്താവിൻ്റെ വേലയോട് ബന്ധത്തിൽ അനേക പ്രാവശ്യം ദൈവം എന്നെ ഉദ്യമിപ്പിച്ചെങ്കിലും എനിക്ക് ആ വിഷയത്തിൽ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഒരു രാത്രിയിൽ ഒരു ദൈവദാസൻ രാജ്കോട്ട് ചർച്ചിൽ ദൈവം സംസാരിച്ചപ്പോൾ ദൈവവചനത്തിൽ കൂടെ എന്നോട് ദൈവം കാര്യമായി ഇടപെട്ടു. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന്, മകനെ, മത്സരം ആഭിചാരം പോലെ എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ദൈവത്തിൻ്റെ വെളിപ്പാടും ദർശനം കിട്ടാതെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകത്തില്ല. ആ ഒരു വചനം കേട്ടു തന്നെയല്ല, ആ ദൈവദാസനിൽ കൂടെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് സംസാരിപ്പാനിടയായി. നിങ്ങൾ ഈ ചർച്ചിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയില്ലെങ്കിൽ നിങ്ങൾ നിമിത്തം ഈ ചർച്ചിനും വളരെ പ്രശ്നങ്ങളുണ്ടാകും. അന്ന് രാത്രി ഞാനും എൻ്റെ പ്രിയ ഭാര്യയും വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അന്ന് രാത്രിയിൽ ആ വിഷയത്തിനൊരു ദൈവത്തിന് ഞങ്ങളെ സമർപ്പിച്ചു. അന്ന് കുഞ്ഞുണ്ടായിരുന്നു, ആ മോൻ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പിറ്റേ ദിവസം മുതൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി എൻ്റെ സേട്ടിനോട് സംസാരിച്ചു, റെസിഗ്നേഷൻ കൊടുത്തു. അങ്ങനെ അന്ന് ദൈവത്തിന് തീരുമാനിച്ച തീരുമാനപ്രകാരം കർത്താവിന് വേണ്ടി ഇറങ്ങുവാൻ ദൈവം സഹായിച്ചു. അത് 1988 അവിടുന്ന് 89 to 91 സെൻട്രൽ ഇന്ത്യ ബൈബിൾ കോളേജിലെ ഇറ്റാർസിലുള്ള ബൈബിൾ കോളേജ് ദൈവവചനം അഭ്യസിക്കുവാൻ ദൈവയുടെയായി. അതിനുശേഷം എൻ്റെ പിതാവ് റാന്നി IPCL സെൻട്രൽ പാസ്റ്ററായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണം. അന്നേരം എന്നോട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ റാന്നിയിൽ എൻ്റെ കൂടെ താമസിച്ച് ഇവിടെയും കർത്താവിൻ്റെ വേല ചെയ്യാം. എന്നാൽ കർത്താവിൻ്റെ ഹിതം എൻ്റെ മനസ്സിൽ നോർത്ത് ഇന്ത്യക്ക് പോകണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ ഒരു ചർച്ചിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് പങ്കെടുത്തു. ഒടുവിൽ കർത്താവ്, എനിക്ക് നോർത്ത് ഇന്ത്യക്ക് പോകണമെന്നുണ്ടെങ്കിൽ
ഞാൻ ആരോടും പൈസ ചോദിക്കുകയില്ല. ദൈവം എനിക്ക് പൈസ തരികയാണെങ്കിൽ ഞാൻ ആ വിഷയത്തിൽ എനിക്ക് ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവം അങ്ങനെയാണ് വഴി ഒരുക്കുന്നത്. പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം ഞാൻ അറിയാത്ത ഒരു വ്യക്തി വീട്ടിൽ വന്നു, ഒരു കവർ തന്നിട്ട് പറഞ്ഞു, ഇത് ഇന്ന ആള് തന്നതാണ്. അത് ഞാൻ അന്നേരം എടുത്തില്ല. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു നോക്കിയപ്പോഴാണ് അതിനകത്ത് 1000 രൂപ ഉണ്ട്. അന്നേരം എൻ്റെ വിഷയത്തിൽ കർത്താവിന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ്, എനിക്ക് ദൈവസേന അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ പോകാനാണ് ആഗ്രഹം. അങ്ങനെ പിതാവ് ഞങ്ങളെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് വിട്ടു. രാജ്കോട്ട് തിരികെ വന്നു. രാജ്കോട്ട് പാസ്റ്റർ TK ജോസഫ് എൻ്റെ ബ്രദറിലോ ആണ്, അവരുടെ അടുത്താണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവസേനയിൽ സുണാവ് ഗ്രാമത്തിൽ ഒരു പ്രവർത്തനമുണ്ട്, എന്നാൽ അതങ്ങ് ഛിന്ന ഭിന്നമായ രീതിയിൽ കിടക്കുന്ന അനുഭവമാണ്. എനിക്ക് ഗുജറാത്തി അറിയത്തില്ല, ഇച്ചിരി ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അറിയാം. അങ്ങനെ ആ അനുഭവത്തിൽ രാജ്കോട്ട് വന്ന് 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്തു. കർത്താവ്, എവിടെ പോകണം, എങ്ങനെ ആയിരിക്കണം, ഏത് ഗ്രാമത്തിലാണ് പോകേണ്ടത്? അങ്ങനെ ആ ദേവദാസൻ പറഞ്ഞു, നീ സുനാവ് തന്നെ പോവും. അങ്ങനെ ഞങ്ങളെ തൻ്റെ മെറ്റാഡോറിലുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ 1991 ഒക്ടോബർ 8-ാം തീയതി ഇവിടെ കൊണ്ടാക്കി. അങ്ങനെ ദൈവസേനയില് അന്ന് മുതൽ എങ്ങനെ നടക്കും, എങ്ങനെ ആയിരിക്കും, എങ്ങനെ കർത്താവിൻ്റെ പേര് ചെയ്യും, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ, ഭാഷ അറിയത്തില്ല, താമസിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഞങ്ങളിവിടെ വന്നുപെട്ടത്. എന്നാൽ ഇത് ദൈവത്തിൻ്റെ ഹിതമായിരുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൂടെ, അനേക പാഠങ്ങൾ കൂടെ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചു. കാരണം ദൈവം ഒരു വേലയ്ക്ക് വേണ്ടി തിരിച്ച് എന്നെ വിളിച്ചെങ്കിൽ അത് സമ്പൂർണ്ണമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവമെന്ന് ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. തന്നെയുമല്ല, ഓരോ ദിവസവും എൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു ദർശനം കൊടുത്തിരുന്നു. നിന്റെ 2ാമത്തെ മകനെ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ആക്കും. എന്നാൽ ഒരിക്കലും താൻ എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന് പറഞ്ഞ്. ആ ദൈവദാസൻ എനിക്ക് ദർശനം ഉണ്ടായ കർത്താവിന് സന്നിധി ഞാൻ വേർതിരിക്കപ്പെട്ടപ്പോൾ ദൈവസേനയിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അങ്ങനെ പ്രാർത്ഥനയോടെ ഞങ്ങളെ ഗുജറാത്തിൽ പറഞ്ഞു വിട്ടു. ഇവിടെ ആയിരുന്ന അനുഭവങ്ങൾ, അനേക അനുഭവങ്ങൾ കൂടെ കർത്താവ് നല്ലതെന്ന് രുചിച്ചറിയുവാൻ ഒരുക്കിയ അനേക മുഖാന്തരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി. കർത്താവിൻ്റെ വേലയോട് ബന്ധത്തിൽ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഇവിടെ കടന്നു വന്ന സമയത്ത് ആരും പരിചയക്കാരില്ല. 2-3 കുടുംബക്കാർ മാത്രം യോഗത്തിന് വരും, ബാക്കിയുടെ വരികയില്ല. ആ കണ്ടീഷനിൽ ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ഞാൻ അറിയത്തുള്ളൂ. 7 ദിവസം 3 ദിവസം 7 ദിവസം 3 ദിവസം വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് പ്രാർത്ഥന ഉപവാസമായി ഇവിടെ കർത്താവിൻ്റെ വേലയിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. അന്നൊന്നുകൂടെ ചെറുപ്പമായിരുന്നതിനാൽ 7 ദിവസവും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രിയ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച്. അങ്ങനെ ദൈവം അനേക തിരിഞ്ഞുപോയ പലരെയും ദൈവസേനയിൽ മടക്കി കൊണ്ടുവന്നു. അങ്ങനെ ആത്മീയമായി സഭ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇവിടെയാക്കി. അങ്ങനെ ഞങ്ങൾ ദൈവസേന ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഞാനും എൻ്റെ ഭാര്യയും, അല്ലെങ്കിൽ ആ സമയങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് ഞങ്ങൾ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുമായിരുന്നു. അന്ന് ഗുജറാത്തിൽ അത്ര പ്രശ്നമൊന്നുമില്ലായിരുന്നു. അനേക ഗ്രാമങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി, വിശ്വാസികൾ ഒരുമിച്ച്. അയാൾ വിശ്വാസികളില്ലെങ്കിൽ ഒരു ചെറിയ മെഗാഫോൺ ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് സൈക്കിളെ വെച്ചുകൊണ്ട് ഞാനും ഭാര്യയും കൂടെ ഓരോ ഗ്രാമങ്ങളിൽ പോയി ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കർത്താവിനെ പറ്റി പറയുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ ഇന്ന് ആ ഗ്രാമങ്ങളിലെല്ലാം പലയിടങ്ങളിലും കർത്താവ് വേറെ പലരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാക്കി. പല ഗ്രാമങ്ങളിലും ഇന്നും അനേക കർത്താവിൻ്റെ ദാസന്മാർ, ഞാനല്ല, വേറെ പലരും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവം അതിന് വഴി ഒരുക്കി. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൂടെ, ശാരീരികമായ അനുഭവങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, പല അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്ന് അതിനെയൊക്കെ വിവരിക്കാൻ പോയാൽ ഒരുപാട് സമയം ആകും. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും കർത്താവ് ഞങ്ങളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എങ്ങനെ ആയിരിക്കണം, നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, പല മുഖാന്തരങ്ങൾ കൂടെ കർത്താവിൻ്റെ വേലയിലായി തീരുവാൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഉറപ്പിക്കുവാൻ ദൈവം ഇടയാക്കി. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം കാരണം എൻ്റെ കഴിവോ സാമർഥ്യമൊന്നുമല്ല. എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയും
അത് കൂടാതെ എനിക്കൊരു പെങ്ങളെ ഉള്ളൂ, പാസ്റ്റർ ടി കെ ജോസഫിന്റെ ഭാര്യ, ഇന്നും രാജ്കോട്ട് കർത്താവിന് വേല ചെയ്യുന്നു. ആ ദൈവദാസി പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പോകുന്നതിന് വേണ്ടി. എന്നാൽ ദൈവം അതിന്റെ സമയത്ത് വഴികളൊരുക്കി. കാരണം ഞാൻ ഒരു വെടിവാശി പോലെ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിന്റെ വേല, എനിക്ക് ദർശനം തരാതെ ഞാൻ പോകത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് എല്ലാ വെള്ളിയാഴ്ചയും ആഹാരം കൊണ്ടുപോകാതെ ഒരു കോണിക്ക് പോയി ഒരു വെളിയിൽ പോയിരുന്ന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊന്നും ദൈവം കേട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം അമ്പ് പോലെ ഹൃദയത്തിനകത്ത് തുളച്ചു വന്നതിനാല് ആ സെക്കൻഡില്, ആ രാത്രിയിലെ മീറ്റിംഗ് ഞാൻ സറണ്ടർ ചെയ്തു. ഓക്കെ കർത്താവേ, ഞാൻ ഇനി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കൊള്ളാം. എന്നാൽ ഈ ജോലിക്കിടയിൽ 1976 ഞാൻ ആദ്യം രാജ്കോട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് ഒരു വർഷം കുമ്മനാട്ട് ബൈബിൾ കോളേജിൽ പഠിക്കുവാനിടയായി. എന്നാൽ പല കാര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ ജോലി എന്നെ കൊണ്ടൊക്കത്തില്ല, ഞാൻ അത് കളഞ്ഞേച്ച് ഒരു വർഷം മാത്രം പഠിച്ചു. പിതാവിന് ഒത്തിരി ദുഃഖമായി. എൻ്റെ കൈ കിടന്ന വാച്ച് പിതാവ് അറിയാതെ വിറ്റേച്ച് വണ്ടിക്കൂലി, ട്രെയിൻ കൂലി എടുത്ത് തിരിച്ച് ഞാൻ ഗുജറാത്തിൽ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും ദൈവം ഓരോ ദിവസം കഴിയുന്തോറും എന്നെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. എന്നാൽ ലാസ്റ്റില് ദൈവസേനയില് കർത്താവ് എന്നെ ഇതിനു വേണ്ടി വേർതിരിച്ചെന്നുള്ള നല്ല ബോധ്യത്തോടുകൂടെ, ദർശനത്തോടുകൂടെ ഈ കാര്യത്തിന് വേണ്ടി എന്നെ ഇറക്കി. ഇതുവരെയും കർത്താവിന്റെ സേനയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ഇവിടെ കടന്നു വന്ന ശേഷം പാർക്കാൻ സ്ഥലമില്ല. ഹോളിനകത്ത് 2 വർഷം കർട്ടൻ കെട്ടി അതിനകത്ത് താമസിച്ചു. വെള്ളത്തിന്റെ വ്യവസ്ഥയില്ല. വേറെ പല കാര്യങ്ങളും നമ്മൾ പറയത്തക്ക രീതിയിൽ ഇവിടെ ഒന്നുമില്ല. എന്നാൽ ദൈവം ഓരോ സമയം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഇവിടെ താമസിച്ചു കഴിഞ്ഞ് ഞാൻ ചർച്ചിലെ വിശ്വാസികളോട് പറഞ്ഞു, നമുക്കൊരു പാഴ്സനേജ് മേളിൽ ഉണ്ടാക്കണം. പാസ്റ്ററെ, പൈസ ഒന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് 3 ദിവസം ഉപവാസം എടുത്തിട്ട് പ്രാർത്ഥിച്ചു. ദൈവസേനയിലെ ദൈവമക്കളോട് പറഞ്ഞു, അന്ന് എനിക്ക് ചർച്ചയിൽ നിന്ന് ഒരു 500 റുപ്പീസാണ് അവർ സപ്പോർട്ട് തരുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ വകയായിട്ട് 1000 രൂപ ഞാൻ എഴുതി, എല്ലാവരെ കൊണ്ട് എഴുതി. ഞാൻ ചുരുക്കമായി പറയട്ടെ, ദൈവമക്കളെല്ലാവരും സഹകരിച്ചു. ഇറ്റാർസിൽ നിന്നും സപ്പോർട്ട് ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ വെളിയിലുള്ള പലരും ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തു. രാജ്കോട്ട് ചർച്ചുകാർ ചെയ്തു. അങ്ങനെ ഒരു പാഴ്സനേജ്, ചെറിയൊരു 2 റൂമും അടുക്കളയുമായിട്ടുള്ള മേളിൽ ഉണ്ടാക്കുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ ഈ അനുഭവത്തില് അനേക ദൈവമക്കൾ ഇവിടെ കടന്നു വന്നു, അനേക ദൈവദാസന്മാർ കടന്നു വന്നു ഈ ഭവനത്തിൽ പാർക്കുവാനും ഞങ്ങൾക്കും കർത്താവിന്റെ വേലയോട് ബന്ധത്തിൽ അവർ ഞങ്ങൾക്ക് സപ്പോർട്ടായി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുവാനും എല്ലാം ദൈവം വഴിയൊരുക്കി. അത് തന്നെയല്ല, ദൈവം നല്ലത് രുചിച്ചറിയുവാൻ ഒരുക്കിയ അനേക മുഖാന്തരങ്ങൾ ജീവിതത്തിൽ. ഞാൻ ബൈബിൾ കോളേജ് ഇറ്റാർസിൽ പഠിക്കുമ്പോൾ അതിനുശേഷവും ദൈവത്തിന് ഒരു തീരുമാനം, എനിക്ക് മരുന്നെടുക്കുന്നത് വലിയ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഒരിക്കൽ ടൈഫോയിഡ് വന്നങ്ങ് മരണത്തോളമായി. അപ്പോൾ ഇറ്റാർസിന്ന് കുര്യൻ സാഹിബ് എനിക്കൊരു ലെറ്റർ അയച്ചു, അബ്രാമെ, ജീവിച്ചെന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാനാ. അതുകൊണ്ട് ഈ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും മരുന്നിന്റെ അംശങ്ങളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം, മരുന്നെടുക്കണം, ജീവിച്ചെന്നാൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനാ. അദ്ദേഹം എന്നെ വളരെ നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ എടുത്തു. അങ്ങനെ ടൈഫോയിഡായി ഞാൻ എഴുന്നേൽക്കാൻ വയ്യാത്ത കണ്ടീഷനിലായി പോയായിരുന്നു. എന്നാൽ ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. ദൈവസന്നിധി നോക്കുമ്പോൾ നടത്തിയ വിധങ്ങളെ, ദൈവസന്നിധി കർത്താവ് ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒരിക്കല് ഈ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയ ഭാര്യ, ഞങ്ങൾ ഈ ഗ്രാമത്തിന് വട്ടത്തിൽ നടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 2000 2000 ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ, വിശ്വാസികൾ ചിലപ്പം വരും, വിശ്വാസം ചിലപ്പം വരത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വെളിയിൽ പോകാൻ ഒരു ചാൻസ് വന്നു, US പോകാൻ. അങ്ങനെ ആ പ്രാർത്ഥന നിന്നുപോയി. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയ ഭാര്യ നടുവിന് തളർച്ച വന്ന് രോഗിയായി കിടപ്പായി. ഒരു രീതിയിലും ഒരു കാല് പോലും അനക്കാൻ വയ്യാത്ത കണ്ടീഷനിൽ. ഞാനിവിടെ ഇല്ല, കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ദൈവമക്കളാവുന്ന അവർ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 25 കിലോ കാല് വെയിറ്റ് ഇട്ട് കിടന്നു. എന്നെ ഇതൊന്നും അറിയിക്കുന്നില്ല. ലാസ്റ്റിൽ എൻ്റെ ഒരു ഉപ്പാപ്പൻ്റെ മോൻ മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട് ഇവിടെ, ബാക്കിയെല്ലാം ഗുജറാത്തികളാണ്. അവര് ആവുന്ന എല്ലാ ചികിത്സകളും സഹായങ്ങളും ചെയ്തു.
എന്നാൽ ദൈവസന്നിധി ഞാൻ പറയട്ടെ, അത് ഞങ്ങൾക്ക് മനസ്സിലായി. അത് ദൈവസന്നിധി പ്രാർത്ഥിച്ചതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ നടന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് പിന്നിൽ, ഞാൻ ഇവിടെ ഇല്ലാതെ ഒരുമിച്ച് പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. പിന്നെ കർത്താവിൻ്റെ ദാസിക്ക് പോകാൻ പറ്റിയില്ല. ആ സമയത്ത് സാത്താൻ ചെയ്ത ഒരു അടി പോലാണെന്ന് പിന്നെ മനസ്സിലായി. എന്നാൽ ദൈവസന്നിധിയിൽ വീണ്ടും കർത്താവ് തൻ്റെ ദാസി എഴുന്നേൽപ്പിച്ചു. എന്ന് സ്കൂട്ടറിൽ പോകുമ്പം ഡോക്ടർ പറഞ്ഞ് സ്കൂട്ടറിൽ പോകല്ലേ, അങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ ഇരിക്കല്ലേ. എന്നാൽ ഞാൻ വന്നു കഴിഞ്ഞ് പതുക്കെ സ്കൂട്ടറിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ദൈവം സഹായിച്ചു. അങ്ങനെ 2-3 പ്രാവശ്യം ആ കർത്താവിൻ്റെ ദാസിക്ക് പ്രശ്നങ്ങളുണ്ടായി. എങ്കിലും കർത്താവ് ഇപ്പോഴും കർത്താവിൻ്റെ വേലയോട് കൂടെ എല്ലാ കാര്യത്തിലും പങ്കാളിയായി കൂടെ ഉണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൂടാതെ 3 ഓപ്പറേഷൻ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു. മോൻ്റെ സമയത്ത് ഓപ്പറേഷൻ ആയിരുന്നു. ഇളയ മോടെ ഓപ്പറേഷൻ സമയത്ത് ജീവിച്ച് കിട്ടുമോ എന്നുള്ള സംശയം പോലും ആയിരുന്നു. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കി. ഉള്ള ശരീരത്തിന് ബ്ലീഡിങ് തുടങ്ങി. ഡോക്ടർ എന്നെ വിഷമിച്ചു പോയി. ഈ കുഞ്ഞ് ജീവിക്കുമോ, തള്ള ജീവിക്കുമോ? 6 മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ രാത്രി 2 മണിക്കാണ് ഓപ്പറേഷൻ റൂമിനകത്ത് കൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ അന്ന് ഇവിടെ അടുത്താണ് ഞങ്ങളുടെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ പ്രവർത്തനം ഉള്ളത്. അതേപോലെ ഒരുമിച്ചായിരുന്നു. ദൈവദാസന്മാരെല്ലാം വളരെ സഹായമായി. അങ്ങനെ മരണത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തെ വിടുവിച്ച കാര്യങ്ങളുണ്ട്. ഒരിക്കൽ എൻ്റെ പിതാവ് റാന്നി ശാലേം എന്ന ചർച്ചിൽ പ്രാർത്ഥന കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ, ഞാൻ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുക. ഈ വറവ് സമയത്ത് തീരെ വെള്ളമില്ലാത്ത ഒരു ചെറിയ കിണറുണ്ട് അവിടെ. എൻ്റെ 10-25 കിലോ അടി താഴ്ച കാണും. അന്നേരം സ്വല്പം വെള്ളം അടിയിലുണ്ട്. പാറ കിഴിച്ചിറങ്ങിയ ഒരു കിണറാണ്. ആ കിണറിൻ്റെ അകത്ത് നമ്മുടെ പഴയ മോഡലാണല്ലോ, തടി ഇട്ട് അതിന് കയറുകൊണ്ട് വലിച്ചെടുക്കുക. ഞാൻ തൊട്ടി അങ്ങോട്ട് ഇറക്കി കാലെടുത്ത തടിയിലോട്ട് വെക്കി, തടി ഒടിഞ്ഞ് ഞാൻ ഉച്ചയും കുത്തി കിണറിനകത്തോട്ടങ്ങ് പോയി. എന്തോ സംഭവിച്ചു, എവിടാ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് മുമ്പേ ആ തടി എന്നങ്ങ് പൊടിഞ്ഞ് ആ തടിയെ ചെന്നെൻ്റെ നടുവിടിച്ച് അവിടെ ഞാൻ ഇരുന്നു. ഇത് എവിടെ എന്തോ ആദ്യമായിട്ട് അനുഭവം. അടുത്ത റബ്ബർ തോട്ടത്തിൽ ഒരു മനുഷ്യൻ പണിയുന്നുണ്ടായിരുന്നു. എൻ്റെ മാതാവ് ഓടി വന്നു. എൻ്റെ ഇളയ സഹോദരൻ എന്നെക്കാട്ട് 11 ദിവസം ഇളയതാ. അദ്ദേഹം കുഞ്ഞ് ഓടി വരുവാന്ന് വിചാരിച്ച് നോക്കാൻ വന്നപ്പോൾ ഞാൻ താഴോട്ട് പോകുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ അവരെല്ലാം ഓടിക്കൂടി ഒരു ഏണി എടുത്ത് താഴെ കിണറ്റിലിറക്കി. ആ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു. എന്നെയും പതുക്കെ എൻ്റെ പുറകിൽ ഞാനും കയറി വന്നു. ഞാൻ നോക്കട്ടെ, ദൈവം എന്നെ എന്തിനാ വിടുവിച്ചെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരസ്ഥിയും ഒടിയാനിടയായില്ല. വലത്ത് കൈയുടെ ഒരു വിരലിൻ്റെ ഒരു അസ്ഥി മാത്രം പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ദൈവം നടത്തിയ വിഷയങ്ങൾ ഓർക്കുമ്പോൾ പല കാര്യങ്ങൾ, എന്തിനാണ് ദൈവം എന്നെ വിടുവിച്ചെന്ന് ഞാൻ പിന്നാണ് മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കുവാനായിരുന്നു. അങ്ങനെ അനേക അനുഭവങ്ങളിൽ കൂടെ കർത്താവ് ഞങ്ങളെ നടത്തി. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മാതാപിതാക്കൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയ പാസ്റ്റർ ടി.എ. ചെറിയാൻ എൻ്റെ ഇളയ ഉപ്പാപ്പനാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു അനുഭവങ്ങൾ കർത്താവ് തന്നു. ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ when I was 6 years old, 6 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മേൽപ്പാടം ചർച്ചിലെ IPCയിലെ പാസ്റ്ററായിരുന്നു. ഒരു ദിവസം ഞായറാഴ്ച അപ്പച്ചൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ചർച്ചിനകത്തുനിന്ന് വെളിയിലിറങ്ങി കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത് വേറെ ആർക്കും അറിയത്തില്ല. ചർച്ചിലെ വിശ്വാസികൾ ഇറങ്ങി, അപ്പച്ചന്മാരിറങ്ങി, മോൻ എന്തിനാ കരയുന്നത്? ചോക്ലേറ്റ് വേണോ, മുട്ടായി വേണോ, എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് മുട്ടായി വേണ്ട, ഒന്നും വേണ്ട, എനിക്കിന്ന് സാക്ഷ്യം പറയണം. എന്നാൽ ഇത്രയും മാത്രമേ അറിയത്തുള്ളൂ. ആ ഒരു പ്രേരണ എൻ്റെ മനസ്സിൽ വന്നു. ചെന്ന് എൻ്റെ പിതാവിനോട് ഈ ദേവദാസന്മാർ പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ ഹോളിനകത്ത് കയറി. കുറഞ്ഞത് 200-250 വിശ്വാസം അന്ന് സഭയിലുണ്ട്. ഞാൻ ആ ചെറിയ വാക്കിനായിട്ട് മുന്നേ എഴുന്നേറ്റുന്നു. ഇന്ന് മുതൽ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് 1961. അങ്ങനെ അപ്പച്ചൻ എന്ന് പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഇരുന്ന് കഴിഞ്ഞ ചർച്ചിനകത്തൊരു വലിയ ആത്മീയ അന്തരീക്ഷം ദൈവത്തിൻ്റെ ആത്മാവ് വരുത്തി. ആ അനുഗ്രഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ദൈവാത്മാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾ അവിടുന്ന് റാന്നി ശാലയിൽ വന്നപ്പോഴാണ് നമ്മുടെ മാങ്ങാനം ജോസഫ് പാസ്റ്റർ ഇങ്ങനെ കാത്തിരിപ്പ് യോഗത്തിനായിട്ട് പലയിടത്തും പോകും. ഞങ്ങളുടെ അവിടെയും അപ്പച്ചൻ വിളിച്ചു.
ആ ഒരു പ്രാർത്ഥനയിലാണ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. അഭിഷേകം പ്രാപിച്ച കർത്താവിന്റെ സന്നിധി സന്തോഷത്തോടെ അതിൻ്റെ പിറ്റേ ദിവസമാണ് എൻ്റെ കൂടെ 6 പേർ ഉൾപ്പെടെ ഞങ്ങൾ പമ്പാ നദിയിൽ എൻ്റെ പിതാവിനാൽ അനേകരെ സ്നാനപ്പെടുത്തിക്കൊണ്ട് എനിക്കും സ്നാനപ്പെടുവാൻ ഇടയായി. അതിൽ അഭിഷേകം പ്രാപിച്ച അനുഭവത്തിലും സ്നാനപ്പെടുവാനും ദൈവം സഹായിച്ചു. അതിനുശേഷം എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നാട്ടിൽ 12th വരെ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. എന്നാൽ പിന്നെ ടൈപ്പിംഗ് ഷോർട്ട് പഠിച്ച ശേഷമാണ് ഗുജറാത്തിൽ ജോലിക്കായിട്ട് വരുന്നത്. എന്നാൽ ഈ ജോലിയുടെ ബന്ധത്തിലും വലിയ ആദായമായിട്ടൊന്നുമില്ല, ചെറിയൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിലെല്ലാത്തിലും ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവമായിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എന്നാൽ ക്രമേണ ദൈവം എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു. ജീവിതത്തിൽ കർത്താവിനെ മനസ്സിലാക്കുവാൻ, എങ്ങനെ കർത്താവിന് സന്നിധി പോകണം, എങ്ങനെ കർത്താവിൻ്റെ വേല. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടെ പറയുന്നു, 1% പോലും ഇഷ്ടമില്ലാത്ത ഒരു പണിക്ക് വേണ്ടിയാണ് കർത്താവിനെ വിളിച്ചു വേർതിരിച്ചത്. അനേക അനുഭവങ്ങൾ അങ്ങനെ ദൈവസന്നിധിയിൽ കടന്നു വന്നപ്പോൾ, കർത്താവെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെയായിരിക്കും. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് 1982 എൻ്റെ പിതാവ് നാട്ടിലായിരുന്നു. അന്നേരം എനിക്ക് 27 വയസ്സുള്ളപ്പോഴാണ് ഇതെൻ്റെ വിവാഹത്തിൻ്റെ വിചാരം വരുന്നത്. അത് എൻ്റെ പിതാവ് ഒരു മകളെ കണ്ടു ചർച്ചിൽ പോയപ്പോൾ അവിടെ വെച്ച് അവരോട് ചോദിച്ചു, ആ കുഞ്ഞ് ഏതാ? എന്നാൽ ഇന്നടുത്ത വീട്ടിലെയാണ്. അവിടെ പിതാവ് CSI വിശ്വാസിക്കാരുടെ, മാതാവ് മാത്രമേ പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ളൂ. എന്നാലും എനിക്കൊരു എഴുത്തെഴുതി, ഇതുപോലൊരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം TK ജോസഫ് സാഹ് പറഞ്ഞു, ഒരു കാര്യം നീ പെട്ടെന്ന് പോകും, അപ്പച്ചൻ പറഞ്ഞതല്ലേ. ഞങ്ങൾ പോയി കണ്ടു. ചുരുക്കമായി പറയാം, ദൈവസേനയിൽ അന്യോന്യവും കണ്ടു വർത്താനം പറഞ്ഞു. അന്നേരം മിക്കവാറും എൻ്റെ ഭാര്യ പറയും, എന്തിനാ കല്യാണം കഴിച്ചേ, എന്തിനാ ഇങ്ങനെ കല്യാണം ആണെന്നോ, എന്തിനാ. കാരണം ഷി വാസ് ഓൺലി 18 years, എനിക്ക് 27 വയസ്സുണ്ട്. ഞങ്ങൾ തമ്മിൽ 8-9 വയസ്സിന് വ്യത്യാസമുണ്ട്. എന്നാൽ ദൈവസേനയിൽ കർത്താവിൻ്റെ സന്നിധി ഞങ്ങൾ കടന്നു വന്നു. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ PM ഫിലിപ്പ് ഞങ്ങൾ വിവാഹം നടത്തി. അങ്ങനെ ഞങ്ങൾ കുടുംബമായി രാജ്കോട്ട് വന്നു. അങ്ങനെ പാർക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തറിൽ ഓരോ ദിവസവും മഞ്ഞപ്പിത്തം വന്ന് 2 പ്രാവശ്യം മരിക്കാറായി. നാട്ടിൽ പോയി ചികിത്സ മരുന്നുകളൊക്കെ ചെയ്തു, പിന്നെയും തിരികെ വന്നു. ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ദൈവം എന്നെ ഒരുക്കിയ വഴികൾ അനേക അനുഭവങ്ങളാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ബാല്യകാല അനുഭവം മുതൽ ഇന്ന് വരെയും നോക്കുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങൾ അത് വർണ്ണിക്കാനാവാത്ത രീതിയിൽ പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ഈ ദൈവസന്നിധിയിൽ എനിക്ക് 3 സഹോദരങ്ങളാണ്. മൂത്ത സഹോദരി രാജ്കോട്ടുണ്ട്, ഇളയ സഹോദരൻ UAE-യിലുണ്ട്, മൂത്ത സഹോദരൻ ഫിലദൽഫിയ US-ലാണ്. എന്നാൽ ഒരിക്കലും എനിക്ക് വെളിയിൽ പോകണം അല്ലെങ്കിൽ അമേരിക്കയിൽ പോകണം അങ്ങനെ ഒരു താല്പര്യം എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. ഈവൻ എൻ്റെ സഹോദരനൊട്ട് പറഞ്ഞിട്ട് പോലുമില്ല, ഒരു വിസിറ്റിങ്ങിനേലും നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. എന്നാൽ ആഗ്രഹിക്കാത്ത രീതിയിൽ എൻ്റെ മിസ്സസിൻ്റെ കൊച്ചപ്പനിൽ കൂടെ ദൈവം അവന് വഴിയൊരുക്കി. 3 പ്രാവശ്യം 2000, 2003 ആൻഡ് 2006 കർത്താവിൻ്റെ വേലയോട് ബന്ധത്തിലും ഞങ്ങളുടെ അനേക പ്രിയപ്പെട്ടവരുണ്ട്, അവരെ കാണുവാൻ പോകാൻ ദൈവം അന്ന് വഴിയൊരുക്കി. അതിനുശേഷം 2001 ഹഗായ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മീറ്റിംഗ് സിംഗപ്പൂരിൽ വെച്ചു. അന്നേരം ഞാൻ ഈ 12th വരെ പഠിച്ചതേ ഉള്ളൂ. 10 പാസ്സായി 12th പാസ്സാകാനും ഇടയായില്ല. കാരണം ഇതിനിടയ്ക്ക് നീ പഠിക്കുന്നില്ലെന്ന് പഠിത്തം നിർത്തിയേച്ച് ജോലിക്ക് വേണ്ടി പോരുന്ന ആളാണ്. എന്നാൽ അവരെന്നെ സെലക്ട് എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. സിംഗപ്പൂരിൽ പോയി 21 ദിവസം അവരുടെ ട്രെയിനിങ്ങിന് പോകാൻ ദൈവം സഹായിച്ചു. നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. അനേക രാജ്യങ്ങളിൽ നിന്ന് പലരും കടന്നു വന്നു. അങ്ങനെ വിദേശത്ത് അവിടെ പോകാനിടയായി. 2013 1 മാസം UAE അജ്മാനിൽ പോകാനും 2021 കാനഡയിൽ എൻ്റെ മോനും കുടുംബം കാനഡയിലാണ്, അവിടെ ഒരു 3 മാസം വിസിറ്റിംഗ് പോകാനിടയായി. വെളിയിൽ പോകുന്ന വിഷയമല്ല, അതെൻ്റെ വിഷയത്തിൻ്റെ ഒരു കർത്താവിൻ്റെ വേലോന്മയത്തിൽ വലിയ ഭാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എന്നാൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ അനേക അനുഭവങ്ങൾ ദൈവം ഇടയാക്കി. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിശ്വാസത്തിലേക്ക് വരുവാൻ കാരണം എൻ്റെ മാതാപിതാക്കളാണ്. കാരണം ആ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് ആത്മീയ ജീവിതത്തിൽ, അപ്പച്ചൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ആത്മീയ ജീവിതത്തിലും മക്കളെ വളർത്തുന്ന കാര്യത്തിലും.
ഞങ്ങൾ എന്തെങ്കിലും വീട്ടിൽ തന്നെ എന്തെങ്കിലും അങ്ങോട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുക, വൈകിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അടി കിട്ടും എന്നുള്ളത് സംശയമില്ല, തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ ദൈവഭയത്തിൽ ഞങ്ങളെ വളർത്തിയ മാതാപിതാക്കളുടെ അനുഗ്രഹം ഞങ്ങൾ പ്രാപിച്ചു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിലേക്ക് വന്ന അനുഭവം മുതൽ ഇന്ന് വരെയും ഓരോ വിഷയങ്ങൾ നോക്കുമ്പോൾ കർത്താവിന്റെ വേലയോട് ബന്ധത്തിലും അനേക പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നു. ഇവിടെ സുണാമി വന്ന ശേഷം ഞാൻ പറഞ്ഞല്ലോ, താമസിക്കാൻ സ്ഥലമില്ല. അതിൻ്റെ ദൈവം വഴി ഒരുക്കി. ഗ്രാജുവലി എല്ലാവരും തിരികെ കൊണ്ടുവന്നു. എനിക്ക് പ്രശ്നങ്ങൾ എന്തോ വന്നാലും എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നേരം എൻ്റെ പിതാവ് ഉള്ളപ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കും, പപ്പച്ച ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്തുവാ ചെയ്യുന്നത്, എവിടെ പോകണം, മോനെ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ചർച്ചിൽ പല പ്രശ്നങ്ങൾ, അവരുടെ ചർച്ചിലെ വീടുകളിലെ പ്രശ്നം എടുത്തുകൊണ്ട് ചർച്ചിനകത്ത് കൊണ്ടുവരും. അങ്ങനെ ഇരിക്കുമ്പം ഇതിന് വളരെ ചുമൽ കൊടുത്ത ഒരു പിതാവുണ്ട്, ഗുജറാത്തിയ. അദ്ദേഹം ചർച്ച വരാതെ മാറി എനിക്ക് വിരുദ്ധമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ചർച്ച വരാതിരിക്കുക, ചർച്ചിലുള്ള ആൾക്കാരുമായിട്ട് വേറെ രീതി സംസാരിക്കുക, ചർച്ചിനകത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ മോനും വേറെ രണ്ടുപേരെയും സ്നാനത്തിന്റെ അനുഭവം, ഞങ്ങളുടെ ചർച്ചിൽ തൊട്ടൊരു തൊട്ടിയുണ്ട്, അതിനകത്ത് സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രായമുള്ള നീറവിട്ട് ഒരു 80 വയസ്സിലൊന്ന് കാണും. ഇതൊന്നും പുള്ളി അറിയുന്നില്ല. ഞാൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ വെള്ളത്തിൽ നിൽക്കുക, ലാസ്റ്റ് പ്രാർത്ഥിച്ച് കൈ ഉയർത്തി ഈ പിതാവ് ഓടി വന്ന് എൻ്റെ കൂടെ വെള്ളത്തിലങ്ങ് ചാടി. വെള്ളത്തിൽ ചാടി ബഹളം ഉണ്ടാക്കി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞു, പാസ്റ്ററെ നമുക്കെന്നാ മേളിൽ വീട്ടിൽ ആരാധിക്കാൻ താഴെ വേണ്ട. ഞാൻ പറഞ്ഞു, താഴെ അല്ല, താഴത്തെ ഹോളിൽ തന്നെ ആരാധിക്കുന്നത്. പിതാവ് ചർച്ചിനകത്ത് കയറി വന്ന് ബഹളം ഉണ്ടാക്കി, തലയിട്ട് ഇടിച്ച് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുവേണ്ടി പിന്നെയും, കാരണം നമ്മൾ സഹിക്കും, മറ്റുള്ളവർ ചിലപ്പോൾ സഹിക്കത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പോലീസിന്റെ നമ്പർ എൻ്റെ ഉണ്ട്. ഞാൻ അവരെ വിളിച്ചു, സാറേ ഇങ്ങനെ ഒരു കാരണമുണ്ട്, അതുകൊണ്ട് ഇവിടം വരെ വരണം. അവർ യോഗം കഴിയുന്നത് വരെ വിട്ടിരുന്നു. അങ്ങനെ എനിക്ക് വിരുദ്ധമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഒരു റോഡുണ്ട്, അതിൽ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, പോയാൽ നിന്റെ കാല് തല്ലി ഒഴിക്കുന്നുണ്ട് പറഞ്ഞു. നിങ്ങളുടെ പിള്ളേരുടെ കാല് തല്ലി ഒഴിക്കും. ഒരിക്കൽ ഞാൻ താഴോട്ട് റോഡിലോട്ട് ഇറങ്ങി പോകുമ്പോൾ ആ വല്യപ്പ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ കഴുത്തിന് കോളറിനങ്ങ് പിടിച്ചു. ഇത് നിന്റെ വഴിയല്ല, ഇതിലെ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. കാരണം കർത്താവ് എന്നെ സഹിഷ്ണുത പഠിപ്പിക്കാനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് പിന്നെ മനസ്സിലായി. അങ്ങനെ ദൈവം ആ രീതിയിൽ ഈ പ്രായമുള്ള അപ്പച്ചൻ തന്നെ ഒരിക്കൽ എൻ്റെ അളിയനും പങ്ങളും രാജ്കോട്ടിൽ നിന്ന് ഇവിടെ വന്ന് വീട്ടിൽ പോകാൻ സമയത്ത് ഇറങ്ങിയപ്പം എൻ്റെ ബൈക്കിൻ്റെ മുമ്പിൽ റോഡിൽ ഈ അപ്പച്ചനെ കടന്ന് എൻ്റെ മണ്ടക്കൂടെ വണ്ടി ഏറ്റുകൂടെ. ഞാൻ മരിച്ച കർത്താവ്, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പിന്നെ എന്തുവാ ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ അനേക അനുഭവങ്ങൾ കൂടെ ദൈവം നടത്തി. എന്നാൽ ഇതെല്ലാം ഞാൻ പിന്നെ കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ ദൈവം എന്നെ കൂടെ രൂപാന്തരപ്പെടുത്തുക. ഞാൻ രൂപാന്തരപ്പെട്ടില്ല. ഓരോ ദിവസവും ഇങ്ങനെ അനുഭവങ്ങൾ കൂടെ ദൈവം രൂപാന്തരപ്പെടുത്തുക. ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളല്ലാതെ 2 കുടുംബം അല്ലാതെ ബാക്കി എല്ലാവരും എനിക്ക് വിരുദ്ധമായി. സൊസൈറ്റിക്കകത്ത് 5-8 വീടുകളുണ്ട്, അവരെല്ലാം നമ്മുടെ വിശ്വാസികളായിരുന്നു. എന്നാൽ പിന്നീട് ഒരിക്കൽ ഞാൻ ശനിയാഴ്ച വൈകിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവമൊക്കെ വട്ടത്തിൽ കൂടി ചർച്ചിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു ദർശനം കാണുക. ഒരു വ്യക്തി ആ ചർച്ചിന്റെ ഇപ്പുറത്തെ കതിക്കിനകത്ത് കയറി വന്നിട്ട് ഒരു കോടാലി കൊണ്ട് എൻ്റെ പുറത്തൊരു ഒറ്റ വെട്ട. ഞാൻ ചിന്തിച്ച്, എന്തോ കർത്താവ് ഇത് കാണുന്നത്. ഒടുവില് അത് ആ ദർശനം കണ്ടു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ അവൻ വാ പൊളിച്ച് ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാന്ന് ഒരു അക്ഷരം പോലും പറയല്ലേ. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വട്ടത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ദർശനം കണ്ടോ അതുപോലെ ഒരു വ്യക്തി ഞങ്ങളുടെ വിശ്വാസിയാ, ഇന്ന് നമ്മുടെ വിശ്വാസി ഇപ്പം നല്ലതായിട്ടിരിക്കുന്നു. ആ വ്യക്തി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മേലാൽ ഇവിടെ താമസിച്ചു പോയേക്കല്ലേ, താമസിച്ചു പോയാൽ നിന്നെ ഇവിടെ വെളിയിലിറക്കും, നിന്റെ ഇടപാട് തീർക്കും എന്ന രീതിയിൽ സംസാരിച്ചു ഗുജറാത്തിയിൽ. ദൈവം എന്നോട് നേരത്തെ പറഞ്ഞു, സ്തേഫാനോസിനെ പോലെ ഒറ്റ അക്ഷരം മിണ്ടിയേക്കളെന്ന് പറഞ്ഞു. ഞാൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. പ്രാർത്ഥനയോടെ എവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങിപ്പോയി. ഒടുവിൽ ദൈവസന്നിധി കർത്താവ് ചെയ്യാത്ത കുറ്റത്തിന് നമ്മളെ കുറ്റം പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാത്ത രീതിയിൽ ദുഃഖിച്ച്, ഞങ്ങളിവിടെ പാർക്കുമ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്തിന്റെ പൈപ്പിന്റെ കണക്ഷനുണ്ട്. ഞങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആ കണക്ഷൻ തന്നതിന്
അവർ തന്നെ ആ കണക്ഷൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളം തരത്തില്ല. എൻ്റെ ഭാര്യ ഞാൻ ഇല്ലാത്ത മഴയുടെ വെള്ളം പിടിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിയ സമയങ്ങൾ അങ്ങനെ കടന്നു വരുവാനിടയായി. ഒരിക്കൽ ഈ എനിക്ക് വിരുദ്ധമായി പറഞ്ഞ വ്യക്തിയുടെ മാതാവ് ഒരു നല്ല പ്രാർത്ഥിക്കുന്ന തള്ളയാണ്. അന്നേരം എന്നോട് ഭയങ്കര കയ്പാണ്, ഒരക്ഷരം മിണ്ടത്തില്ല. എന്നാലും ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രിയ ഭാര്യയോട് നമുക്കൊരു കാര്യം ചെയ്യാം. ആ പ്രിയപ്പെട്ടവന്റെ മാതാവ്, നമ്മുടെ മാതാവ് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നപ്പോൾ അവരാ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അവർ ഹോസ്പിറ്റലിൽ കണ്ണിൻ്റെ ഓപ്പറേഷന് അഡ്മിറ്റ് ആക്കി. നമുക്കതും കൂടെ പോയി ആ അമ്മച്ചി ഒന്ന് കാണാമെന്ന് പറയും. പ്രായമുള്ള തള്ളയാണ്. ഞാനും എൻ്റെ ഭാര്യ ഡേസിയും കൂടെ പോയി ആ അമ്മച്ചിയെ കണ്ടു, പ്രാർത്ഥിച്ചു. അന്നേരം ആ തള്ള ചോദിച്ചു, ആരാ വന്നത്? അന്നേരം ആ പുള്ളിയുടെ മോനോട് പറഞ്ഞു, പാരിസാവാ വന്നത്. അന്നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ആ തള്ളയ്ക്ക് ഭയങ്കര സന്തോഷം. അവരെ ഞങ്ങൾക്ക് ദുഃഖമായിട്ടൊന്നും ചെയ്തിട്ട് ഞാനും അവർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് മുതൽ ആ പ്രിയ സഹോദരന്റെ മനസ്സിൽ ഞങ്ങളെ പറ്റിയുള്ള കയ്പ് മാറി. അങ്ങനെ ദൈവസേനയില് അവർ യഥാസ്ഥാനപ്പെട്ട് ദൈവസേനയിൽ കടന്നു വന്നു. പിന്നെ ബാക്കിയുള്ളവർ കടന്നു വരുവാനിടയായി. കാരണം കൂടാതെ പല അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ദൈവസേനയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെല്ലാം എന്തിനാ സഹിക്കുന്നത്? പലപ്പോഴും വിചാരിച്ചു, ഈവൻ ഞങ്ങളുടെ സെക്രട്ടറി പോലും പറഞ്ഞു, കർത്താവിൻ്റെ ഞങ്ങൾക്ക് നടിയാണ്ട് ചെറിയ വീടുണ്ടായിരുന്നു, ഒരു പഴയ വീട് ഞാൻ വാങ്ങിച്ചായിരുന്നു. എന്നാലും പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അവിടെ പോയി താമസിക്കുക, കാരണം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പേടിച്ചൊന്നും പോകാൻ വന്ന ആളൊന്നുമല്ല. ദൈവസേന ഇവിടെ തന്നെ താമസിച്ച് കർത്താവിൻ്റെ പേര് ചെയ്യാനാണ്. അതുകൊണ്ട് അങ്ങനെ പലരെയും ദൈവം തിരികെ കൊണ്ടുവന്നു. ഇപ്പം ആരുമായിട്ട് എനിക്ക് അന്നും പ്രശ്നമില്ല, ഇന്നും പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടാക്കിയവരൊക്കെ പിന്നെ തിരികെ വന്നു. എല്ലാവരും എനിക്ക് വിരുദ്ധമായിട്ട് പല കാര്യങ്ങൾ എഴുതി, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ദൈവസന്നിധി ദൈവം എല്ലാവരെയും യഥാസ്ഥാനത്താക്കി. അതിനാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല കുഞ്ഞുങ്ങളെയും, എൻ്റെ ഒരു സ്വഭാവമുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന സ്വഭാവത്തിൽ എനിക്കൊരു സന്തോഷമാണ്. ഇന്നും അനേക കുഞ്ഞുങ്ങളെ, അന്ന് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ ഇന്നും പറയും, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാ, ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ആയിരിക്കണം അതുകൊണ്ട് ഇന്നും ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ ദൈവസന്നിധി സന്തോഷത്തോടെ ഇരിക്കുന്നു. അത് തന്നെയുമല്ല, അക്ഷരം പറയാൻ അറിയാത്ത, എഴുതാനും വായിക്കാൻ അറിയാത്ത മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദൈവകൃപയാൽ നോക്കുമ്പോൾ അനേക കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസം. ഞങ്ങളിവിടെ ആദ്യം വരുമ്പോൾ, ഞങ്ങൾ വീട്ടിൽ വിസിറ്റിംഗ് ചെയ്യുമ്പോൾ ആരുടെയും വീട്ടിൽ കസേര ചിലർത്തില്ല. ചിലർ 1-2 വീട്ടിലെ ഒരു ചെറിയ കസേര ഉണ്ടെങ്കിൽ തന്നെ, മിക്കവാറും ഉണ്ടെങ്കിൽ തന്നെ ഒരു കസേര വല്ലതും കാണും. എന്നാലും ചിരിക്കുന്നുണ്ടെ പഞ്ചാരയുടെ ചാക്കായിട്ട് വരുന്നത്. അന്നേരം അവിടെ ഇരിക്കണം. അവിടെ ഇരുന്ന് അവരിന്ന് ചായം കുടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോരും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ അനേക അനുഭവങ്ങൾ കൂടെ ദൈവം നടത്തി. എന്നാൽ ആ ഭവനങ്ങളെല്ലാം കർത്താവിൽ സ്ഥിരമായി നിന്ന ഭവനങ്ങളെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. അത് എൻ്റെ കാരണം കൊണ്ടല്ല, കർത്താവിൻ്റെ സന്നിധിയിൽ അവർ സ്ഥിരമായി നിന്നതിനാല. അനേക ഡോക്ടറേറ്റ് പഠിച്ച കുഞ്ഞുങ്ങളുണ്ട്, PhD പഠിക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ദൈവ മക്കളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ഭാര്യ മിക്കവാറും പറയും, അച്ഛാ നമ്മൾ ഇതിന് ഇറങ്ങണ്ടായിരുന്നു. തമാശ പോലെ എളുപ്പം എന്നോട് പറയും, ഞാൻ വിവാഹം കഴിച്ചത് ജോലിക്കാരനെയാണ്, ഞാൻ സുവിശേഷ ജോലിക്ക് വേണ്ടി ഇറങ്ങിയ ആളൊന്നുമല്ല. അത് തമാശ പോലെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർപ്പിക്കാറുണ്ട്. അതിൻ്റെ കാരണം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിട്ടില്ല, നിങ്ങളാ സമർപ്പിച്ച്. എന്നാൽ ഞാൻ പറയട്ടെ, വളരെ സന്തോഷത്തോടെ പറയട്ടെ, എന്നെക്കാൾ ഉപരിയായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇതുപോലെ സഹായമായി എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവദാസിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖമുണ്ട്. ഇന്നും 25 വർഷമായി തൻ്റെ ജീവിതത്തിൽ ഡയബറ്റീസ്, 2 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ഹാർട്ടിൻ്റെ പ്രശ്നം വന്നു, 3 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞു. എങ്കിലും ആരെല്ലാം വീട്ടിൽ വന്നാലും ദൈവമക്കളെ സൽക്കരിക്കാൻ ഇത്ര ഉത്സാഹത്തോടെ ഓരോ കാര്യം ഇന്നും ചെയ്യുന്നു. ഇപ്പോഴും ശരീരത്തിൽ ക്ഷീണമുണ്ട്, പ്രശ്നമുണ്ട്. എന്നാൽ ഞാൻ എവിടെ പോയാലും ഞാൻ തനിയെങ്ങും മിക്കവാറും പോകാറില്ല. അന്നേരം പറയും, ഇന്ന ആള് പോകുന്നു, വേറെ ദൈവദാസന്മാരെ വിളിച്ചോ, നിങ്ങൾക്ക് തന്നെ അങ്ങ് പോയാൽ പോരായോ, അല്ലെങ്കിൽ അവരെ വിളിച്ചോണ്ട് ഞാൻ എന്തിനാ വരും? ഞാൻ പറയും, നീ എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് എപ്പോഴും നല്ലത്. അവിടെ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും കൂടെ പോകുന്നത് എപ്പോഴും സന്തോഷമാണ്. പിന്നെ ഞാനൊരു വിഷയം പറയട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ഗ്രാമങ്ങളിലെല്ലാം ഞങ്ങൾ കർത്താവ് അറിയാവുന്ന രീതിയിലുള്ള ഗുജറാത്തി വചനം പറയുവാൻ ദൈവടെയായി ഈ ഗ്രാമങ്ങളിലെല്ലാം പോയി. എന്നാൽ 2 വർഷം ഞാൻ അറിയാവുന്ന ഹിന്ദിയിലൊക്കെ പ്രസംഗിച്ചു. ഞാൻ ഗുജറാത്തി പഠിച്ച വിഷയം പറയാൻ വരികയാണ്.
എന്നാൽ ഞങ്ങളുടെ ചർച്ചിലെ സെക്രട്ടറി എല്ലാം ചർച്ചിനകത്തും ഓപ്പൺ എയർ മീറ്റിങ്ങിലും പുള്ളി, ഞാൻ അറിയാവുന്ന ഹിന്ദി പറയും, പുള്ളി ട്രാൻസ്ലേഷൻ ഗുജറാത്തിയിൽ. 2 വർഷം കഴിഞ്ഞപ്പം ടി കെ സാബ് എനിക്കൊരു ഗുജറാത്തി ബൈബിൾ തന്നിരുന്നു. അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ അറിയാവുന്ന രീതിയിൽ വായിച്ചും പഠിച്ചും 2 വർഷം കഴിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇനിയും ഗുജറാത്തി പ്രസംഗിച്ചല്ലേ പറ്റുള്ളൂ, ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവവചനം ഞാൻ സാധാരണ ഹിന്ദി പ്രസംഗിക്കാറില്ല, ഗുജറാത്തിയിലാണ് ഇപ്പം പ്രസംഗിക്കുന്നത്. കാരണം കർത്താവിന്റെ സന്നിധിയില് അതിൻ്റെ ഒരു മാതൃഭാഷ പോലെ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അത് തന്നെയല്ല, അതിന് പ്രേരണ ചെയ്ത ഒരു വിഷയമുണ്ട്. ഞാൻ ഇറ്റാർസി ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഡോക്ടർ അച്ഛൻ പറഞ്ഞതുപോലെ, നിങ്ങൾ മലയാളികളായ ആൾക്കാർ എവിടെ പോയാലും 4 മലയാളികളെ കൂട്ടി അടങ്ങിയിരിക്കും. പുലിനോസാർ പറഞ്ഞു അങ്ങനല്ല, എവിടെ ലോക്കൽ ചർച്ചിൽ പോകുന്നു, ഏത് സ്ഥലത്ത് പാർക്കുന്നു, അവിടുത്തെ ഭാഷ പഠിച്ചിട്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കണം. അങ്ങനെ ആ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ സ്ഥലമുണ്ടല്ലോ. ആ ഒരു പ്രേരണ എൻ്റെ മനസ്സിൽ, അദ്ദേഹം എന്നെ പലപ്പോഴും, എൻ്റെ പിതാവും അദ്ദേഹവും വലിയ കൂട്ടുകാരായിരുന്നു. അങ്ങനെ ഒരു പ്രേരണ എൻ്റെ മനസ്സിൽ വന്നത് ദൈവസന്നിധിയിൽ പഠിക്കുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ ദൈവസന്നിധിയിൽ ആ കാര്യം ചെയ്യുവാനും പഠിക്കുവാനും അല്പമായി ഇപ്പോഴും ഗുജറാത്തി ബൈബിൾ വായിക്കുന്നു, പഠിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കുന്നതിനായി ചെയ്തതിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വേറെ എങ്ങും ഓടാനില്ല, പ്രാർത്ഥന മാത്രമാണ്. ആരോടും പറയാനാണ്, ആരോട് പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ്, ആര് സഹായിക്കും, എവിടുന്ന് സഹായം കിട്ടും. ഇതുവരെയും എൻ്റെ ജീവിതത്തിന് അനുഭവത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ശേഷം, അല്ല അതിന് മുമ്പേ തന്നെയും, 1 രൂപയ്ക്ക് വേണ്ടി പോലും ആരോടും, പ്രത്യേകിച്ച് വീട്ടിലുള്ള എൻ്റെ സഹോദരങ്ങൾ അമേരിക്കയിലുണ്ട്, US-ലുണ്ട്, UAE-യിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സന്നിധിയിൽ 1 രൂപയ്ക്ക് വേണ്ടി ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ ഇട വന്നിട്ടില്ല. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം നടത്തി വിധങ്ങളെ ഓർത്താൽ അനേക അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10,000 രൂപ അവന് പരീക്ഷയുടെ ഫീസ് കൊടുക്കാൻ വേണ്ടി വേണം. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഞാൻ ആലോചിച്ചു. അന്ന് രാവിലെ എൻ്റെ ജ്യേഷ്ഠൻ അമേരിക്കയിൽ നിന്ന് വിളിച്ചു. എന്നാൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും സഹായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ആരോടും പറയേണ്ട ആവശ്യമില്ല, ദൈവം വഴിയൊരുക്കും. അങ്ങനെ അനേക അനുഭവങ്ങൾ കൂടെ ദൈവം വഴിയൊരുക്കിയ വിഷയങ്ങൾ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഇങ്ങനെ പ്രവർത്തനത്തിലും പല കാര്യങ്ങളിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന അനുഭവത്തിൽ ഞങ്ങളുടെ എൻ്റെ പ്രിയമായ കർത്താവിൻ്റെ ദാസി പറഞ്ഞു, നമ്മളിങ്ങനെ ഇവിടെ പ്രവർത്തിക്കുന്നു, ഗ്രാമങ്ങളിൽ പോകുന്നു, ഒരു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലും കൂടെ നിർത്തിയാൽ നമുക്കൊന്നുകൂടെ പ്രവർത്തനം വെളിപ്പെടുത്താമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വേണ്ടി ആരെങ്കിലും കൂടെ നിർത്തി അവർക്ക് 10 രൂപയിലും കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ലഭിക്കുന്ന പാലിൻ്റെ അളവ് കുറച്ചിട്ട്, അല്ലെങ്കിൽ മോന് സ്റ്റൈഫൻഡ് കിട്ടുന്നതിനകത്തു നിന്ന്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചർച്ചയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഭാഗത്തു നിന്ന് സ്വല്പം മാറ്റി വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഒരു സപ്പോർട്ട് പോലെ ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദൈവദാസന് 200 രൂപ കൊടുത്ത്, ഒരു ദൈവദാസന്, രൂപയുടെ വലുപ്പമല്ല, ആ ദൈവദാസന് പ്രായമുള്ള ദൈവദാസന് സൈക്കിൾ വാങ്ങിച്ചു അദ്ദേഹം. അങ്ങനെ മുന്നോട്ട് പോയി. ഈ പ്രാർത്ഥനയുടെ കർത്താവ് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യ, ഞാനിപ്പോൾ ചർച്ചിൻ്റെ ബിൽഡിങ്ങിൻ്റെ മേളത്തെ പാഴ്സലായിരിക്കുന്നു പറയുന്നത്, താഴെ ഹോളിനകത്ത് ദൈവദാസി പ്രാർത്ഥിച്ചു, ഞാൻ മേളിലെടുത്ത് പ്രാർത്ഥിച്ചു. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ശബ്ദം എൻ്റെ തന്നു, എബനേസർ മിനിസ്ട്രി, എബനേസർ എന്ന ശബ്ദം കേട്ടു. ആ സെയിം ശബ്ദം എൻ്റെ ഭാര്യ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അവൾക്കും ആ ശബ്ദം കിട്ടി. അന്നേരം കർത്താവിന് പറഞ്ഞിട്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന് നാളോളം എന്നെ തികയ്ക്കുമെന്നുള്ള ശബ്ദം കർത്താവിൻ്റെ ദാസി കൊടുത്തു. കയറി എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് വിഷയം. അങ്ങനെ 2008 മുതൽ പലയിടങ്ങളിൽ കർത്താവിൻ്റെ വിശേഷിച്ച് ഈ ആദിവാസികളുടെ ഇറയ്ക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളൊരു വാതിൽ ദൈവം തുറന്നു. അവിടെയെല്ലാം ആദിവാസികൾ പല രീതിയിലാണ്. കർത്താവിൻ്റെ ദാസനും ആ വിഷയം അറിയാവുന്ന കൂട്ടത്തിലാണ്. ചില ആദിവാസി എന്ന് വെച്ചാൽ വല്ലാത്ത രീതിയിലുള്ള ജീവിതങ്ങളാണ്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ കൂടെ ഇങ്ങനെ പലരും കടന്നു വന്നു. പലരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുത്തു, സഹായിച്ചു. വെളിയിലൊന്നും 1 രൂപ പോലും ഒരു ഫോറിൻ ഫണ്ട് എനിക്കില്ല. എന്നാൽ പലരും പറഞ്ഞു, ഞാൻ നിങ്ങളോട് വരാൻ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ പൈസ ഒന്നുമില്ല, അത് കർത്താവ് തരുന്ന അനുസരിച്ച് തരാം.
അങ്ങനെ 2008 മുതൽ തുടങ്ങിയ ആ പ്രവർത്തനം പതുക്കെ പതുക്കെ ദൈവം വിപുലീകരിച്ചു വർദ്ധിപ്പിച്ചു. ഒടുവില് 2014 എബനെസ്റ്റർ ക്രിസ്ത്യൻ ട്രസ്റ്റ് എന്ന രീതിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുവാനിടയായി. ആ രീതിയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ അറിയാത്ത രീതിയിൽ പലരും മുന്നേന്ന് അല്പം സഹായിക്കാവുന്ന പലരിൽ കൂടെ കർത്താവ് ഇന്ന് വരെയും നടത്തുന്നു. ഏകദേശം 12 പേരോളം കർത്താവിന്റെ സന്നിധി കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ വലിയ ലീഡറൊന്നുമല്ല, എന്നാൽ അവരുടെ കൂടെ കർത്താവിന്റെ ദാസനും അറിയാം വിഷയം. ഗ്രാമങ്ങളിൽ പോയാൽ ചിലപ്പം കിടക്കാൻ സ്ഥലം കാണത്തില്ല, കട്ടിലിട്ട് കണ്ടത്തിലായിരിക്കും കിടക്കുന്നത്. അവർ തരുന്ന് കഴിക്കുക, അവർ തരുന്നത്ത് കിടക്കുക. അതിൽ വലിയ സന്തോഷമായി. തനിയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. 10, 250, 300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോയാലും അവിടെ ചെല്ലുമ്പോൾ ആ ക്ഷീണമെല്ലാം അങ്ങ് മാറും അവരെ കാണുമ്പോൾ. അങ്ങനെ കർത്താവിന്റെ വേലോത്സവത്തിൽ അങ്ങനെ പ്രവർത്തിപ്പാൻ ദൈവം സഹായിച്ചു. ഇതിനിടയ്ക്ക് ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങിയായിരുന്നു. കോവിഡിന്റെ സമയത്ത് അത് ബന്ധായതിനെ പിന്നെ അത് ചാലുവൊക്കെ കഴിഞ്ഞിട്ടില്ല. ആ രീതിയിൽ ഇന്ന് വരെയും കർത്താവ് സന്നിധി പ്രവർത്തിച്ചു. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം, ദൈവം ഒരു വ്യക്തിയെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വെളിയിൽ വരുന്നിടം വരെ ദൈവം അതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതെന്റെ സ്വന്തമായ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് പല രീതിയിൽ കർത്താവ് എന്നെ മനസ്സിലാക്കി, പല രീതിയിൽ. അങ്ങനെ ജീവിതത്തിൽ പലരും മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇന്ന് വരെ നിൽപ്പാനിടയായത്. അല്ല, കർത്താവിന്റെ കൃപയാലും ദൈവമക്കളുടെ പ്രാർത്ഥനയാലും ദൈവം എത്രത്തോളം സഹായിച്ചു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ജീവിതത്തില് ഒന്ന് മാത്രം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. കർത്താവ് എനിക്ക് 3 മക്കളെ നൽകി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവർ സമ്പൂർണമായി ഇറങ്ങിയിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരായിരിക്കുന്നിടത്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നുള്ള വലിയ സന്തോഷമാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മോൻ 12th പാസ്സായ ശേഷം ഞാൻ ചോദിച്ചു, മോനെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജിൽ പോകാൻ താല്പര്യമുണ്ടോ? പറഞ്ഞു, പപ്പ, എനിക്ക് അങ്ങനെ പോകാനുള്ള വെളിയും ദർശനമൊന്നുമില്ല. ദൈവം തരുന്ന അനുസരിച്ച് ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കുടുംബമായി അവര് കാനഡയിലായിരിക്കുന്നു. ഇളയ മോളും കുഞ്ഞുങ്ങൾക്ക്, കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ പഠിച്ചത് മുഴുവൻ എൻ്റെ പിതാവിൽ നിന്ന്. അദ്ദേഹത്തിന് സമ്പാദിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 3 മക്കൾക്കും കേരളത്തിൽ ഭയങ്കരമായ ബംഗ്ലാവ് ഉണ്ടാക്കാനുള്ള പൈസ കൈ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ പൈസ പോലും ഞങ്ങൾക്ക് വേണ്ടി എങ്ങും മാറ്റി വെച്ചിട്ടില്ല. ഒടുവിൽ മരിക്കുന്ന സമയത്ത് എന്നെ ഇളയ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഡ്രോ തുറക്ക്, അതിനകത്തൊരു പൈസ ഏർപ്പെടും, അതെടുത്തപ്പോൾ 10,000 രൂപയാണ്. ഇത് ഞാൻ മരിക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തോണമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾക്ക് തന്ന സമ്പാദ്യം. പിന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ, അത് ഞങ്ങൾ 3 സഹോദരങ്ങളും കൂടെ കർത്താവ് ഞങ്ങൾക്ക് നൽകി. ഞാൻ ആ ലോകത്തിന്റെ വിഷയമല്ല ഞാൻ പറയുന്നത്. കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ അനേക അനുഭവങ്ങൾ പറയുവാനായി ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഇന്ന് വരെയും ആവോളം വിശ്വസനായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവെ, ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ നിമിത്തം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ദൈവനാമത്തിന് അവമാനം വരാതെ ഒരു നല്ല അന്ത്യം പ്രാപിക്കണം. ആവോളം അന്ത്യം വരെയും വിശ്വസനായി ജീവിക്കണം. സമ്പൂർണ്ണ വിശ്വസ്തനായിട്ടല്ല, എന്നാൽ കർത്താവ് ഇന്ന് വരെയും സഹായിച്ചു. കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയില് ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ല, ബാല്യകാല അനുഭവം മുതൽ ജീവിതത്തിന്റെ ഈ 70ാമത്തെ വയസ്സ് വരെയും കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞ് പോകാനുണ്ട്. അത് ഞാൻ ചുരുക്കമായി പറയുന്നത് ഒരുപാട് പറയുവാൻ സമയം എടുക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ കർത്താവിന്റെ ദാസൻ ഈ വിഷയത്തില് അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങളും അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളും ഈ അരോമ TV കൂടെ എനിക്കും കേൾപ്പാനിടയായിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു ചാൻസ് തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസി പറഞ്ഞു, ഞാനും വരാം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നീ വരണ്ട, നിനക്ക് പിന്നെ ഒരു സമയം ദൈവം തരും. ആ സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ അനേക കാര്യങ്ങൾ പറയുവാൻ, കാരണം എന്നെക്കാട്ടി ഓർമ്മശക്തി കൂടുതൽ കർത്താവിന്റെ ദാസിക്കുണ്ട്. പല കാര്യങ്ങൾ ഞാൻ മറന്നുപോകും, എന്നാൽ തന്നെ എന്നെ ഓർപ്പിക്കും. പിന്നെയും ദൈവസന്നിധിയിൽ ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ മറന്നുപോയാൽ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഏതെങ്കിലും കാര്യം ചെയ്യാൻ മറന്നുപോയാൽ, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ചെയ്യണം, എനിക്ക് ആവശ്യമായ എല്ലാ ഗൈഡൻസും സമയത്ത് തരുന്നുണ്ട്. അതുകൂടാതെ എൻ്റെ പിതാവിന് എനിക്ക് മനസ്സിൽ ഒരു കാര്യം താൻ എപ്പോഴും പറയുമായിരുന്നു,
എനിക്ക് ലഭിച്ചതിൽ ഞാൻ ലാസ്റ്റിൽ 30% കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്. അന്നേരം അതിന് ആ പ്രേരണ എൻ്റെ മനസ്സിൽ ദൈവം നൽകി. എനിക്ക് അതിൻ്റെ ഭാഗവാക്കാകുവാൻ, ലഭിക്കുന്ന നന്മയിൽ നിന്ന് കർത്താവിൻ്റെ സന്നദ്ധയിൽ കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പണക്കാരനായിട്ടല്ല, ഇതുവരെയും ഒരിക്കലും ഒന്നിനും ദൈവം മുടക്കം വരുത്തിയിട്ടില്ല. ഇതുവരെയും കർത്താവ് നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ എല്ലാ രീതിയിലും ദൈവം വിശ്വസ്തനായിരുന്നു. ഈ ലോകത്തിലെ നമുക്ക് നിലനിൽക്കുന്ന ഒന്നുമില്ല. ഒന്നുകൂടെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി പറയട്ടെ, 3 പ്രാവശ്യം അമേരിക്ക പോയി കിട്ടിയ പൈസയിൽ 1 രൂപ പോലും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ല. അത് മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരല്പം ഒരു മാരുതി വാൻ വാങ്ങിക്കാൻ ഉപയോഗിച്ചതല്ലാതെ വേറെ ഒന്നിനും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആ മാരുതി വാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇതുവരെയും ദൈവം നടത്തി. ഓരോ വിഷയങ്ങൾ ഓർക്കുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുവാനല്ലാതെ വേറൊന്നും പറയുവാനില്ല. ഇന്ന് വരെയും കർത്താവ് നൽകിയ നന്മകൾക്കൊത്തോണം ആവോളം മറ്റുള്ളവരെ സഹായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് വരെ കർത്താവ് ജീവിതത്തിൽ സമയം നൽകുക, അന്ന് വരെയും കർത്താവിന് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും ആഗ്രഹിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്ന യേശുവ പറഞ്ഞതുപോലെ ആ അനുഭവത്തിൽ അന്ത്യം വരെയും ജീവിപ്പാൻ കർത്താവ് എളിവിനെ കുടുംബത്തെ സഹായിക്കട്ടെ. കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തില് ദൈവം നടത്തിയ പശുപീഠങ്ങളെ ഓർത്ത് നന്ദി കരയറ്റുന്നു. എനിക്ക് ഇങ്ങനെ ഈ സമയം നൽകിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ദാനിയൽ ജോൺ അനോമ ടിവിയോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. എനിക്ക് ദൈവസേനയിൽ പറയുവാനുള്ളത്, എന്നെ ആരെല്ലാം കേൾക്കുന്നുണ്ടോ, ഞാൻ വലിയ പ്രവാചകനോ വലിയ പ്രസംഗനോ ഒന്നും അല്ല. ഗ്രാമത്തിൽ താമസിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ദൈവദാസനാണ്. എന്നാൽ പറയുവാനുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മളെ ഏത് വിഷയത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു, കർത്താവിൻ്റെ വേലയിൽ ഏത് ഭാഗമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്, അത് ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. കാരണം കർത്താവിൻ്റെ സന്നിധിയിൽ അത് വിലപ്പെട്ടതാണ്. എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ വേലക്കാരാണ്. പാസ്റ്റർമാർ മാത്രമല്ല, ഞാൻ ചർച്ചിൽ എപ്പോഴും പറയും, ഓരോരുത്തർക്കും കർത്താവ് ഓരോ കുറവ് കൊടുത്തിട്ടുണ്ട് കർത്താവിൻ്റെ വേല ബന്ധിച്ച് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവം നിങ്ങളെ വിളിച്ച ആക്കിയ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കുക. ആവോളം എന്ത് ചെയ്യാനാണ് ദൈവം ആത്മാവിൽ പ്രേരണ നൽകുന്നത്, അത് തീർച്ചയായിട്ടും മടി കൂടാതെ ചെയ്യുക. അന്ത്യം വരെയും കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസനെയും ഈ പ്രവർത്തനത്തെ ദൈവം മാനിക്കട്ടെ എന്ന് ഹൃദയംഗമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, സാരമില്ല. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനാൽ ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെയും പ്രവർത്തനം ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം ടി ജോർജ്. അനുഗ്രഹീതവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ചും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ ദാസന് ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഒരു ദൈവദാസൻ്റെ മകൻ എന്ന നിലയിൽ ആ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട നല്ല ഒരു ബാല്യകാലം, നല്ല പശ്ചാത്തലം, ആ മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചതായ പ്രചോദനം ജീവിതത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ആ ഒരു ദാഹം, ആത്മാക്കളെക്കുറിച്ചുള്ളതായ ആ ഒരു വാഞ്ച ഉണ്ടാകുകയും, ജോലിയുള്ള ബന്ധത്തിലാണ് ഇറങ്ങിത്തിരിച്ചതെങ്കിലും പിന്നത്തേതിൽ ആ പിതാവ് വെച്ചേച്ച് പോയ അല്ലെങ്കിൽ തുടർന്നു വെച്ചതായ ആ സുവിശേഷ ദൗത്യം തുടരുവാൻ കർത്താവ് ഗുജറാത്തിൽ അവസരമൊരുക്കി, അതിനുള്ള വേദി ഒരുക്കി 33 വർഷമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരുമായി ദൈവസഭയുടെ പ്രവർത്തനത്തിൽ, വില്ലേജ് മിനിസ്റ്ററുള്ള ബന്ധത്തിൽ വളരെ ദുർഘടമായ സാഹചര്യങ്ങളിലും മറ്റ് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ നേരിട്ടപ്പോഴും അതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചല്ലോ.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യ ആരോഗ്യ ദീർഘായുസ്സും തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് പിന്നെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം അരോമ TV വ്യൂവേഴ്സിന് വേണ്ടി കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് ഈ സമയം പ്രാർത്ഥിക്കുമല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. കർത്താവിൻ്റെ ദാസൻ ഒരു വാക്കിൽ പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പൊന്നുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യേശുപ്പച്ചൻ്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിൽ ഇങ്ങനെ ഈ സൂമിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ ജോണുമായി ചേർന്ന് അരോമ TVയുടെ ബന്ധത്തിൽ ഇളയൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അല്പമായി പങ്കുചെയ്യുവാൻ കർത്താവ് നൽകിയ സമയത്തിനായി നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഈ അനുഭവങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി എവിടെയായിരുന്നാലും ജീവിപ്പാൻ കൃപ നൽകണമേ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. ഇവിടെ പരദേശിയും പ്രവാസിയുമായി താമസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവെ, അങ്ങയുടെ വരവിന് വേണ്ടി കാത്തിരിപ്പാൻ, അനേകരെ അതിനുവേണ്ടി ഒരുക്കത്തോടെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസന്റെ ഈ അരോമ TVയുടെ പ്രവർത്തനത്തെ വീണ്ടും അനുഗ്രഹിക്കണമേ. അനേകരുടെ അനുഭവങ്ങൾ കേൾപ്പാൻ എളിയവനിവിടെയായി വീണ്ടും ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇത് ശ്രദ്ധിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന ഓരോരുത്തരെയും വീണ്ടും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. സകല മാനവും മഹത്വവും എല്ലാം തിരുമേനിക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ സ്വർഗ്ഗപിതാവേ, കേൾക്കണമേ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം T. ജോർജ് അവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TVയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടേതായ നന്ദി സ്നേഹവും ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ വീഡിയോ അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തിരുപ്പല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ നമ്പർ സ്ക്രീൻ തന്നിട്ടുണ്ട്, അതിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.